ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വീഡിയോസ് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നമാണ് വീഡിയോസൊക്കെ ഷെയ്ക്ക് ആവുക എന്ന്. എന്നാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ടായെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതും ആണ്. എന്നാൽ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്മാർട്ട് ഫോൺ ആണെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷെയ്ക്കും കാര്യങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഇതേപോലെയുള്ള സ്മാർട്ട് ഫോൺ ഗിംബിൾസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു ഗാഡ്ജറ്റിന്റെ സഹായത്തോടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതും ആണ്. പിന്നെ ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഡിഫാൾട്ട് ആയിട്ട് ലഭിക്കുന്ന ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതും ആണ്. പിന്നെ എടുക്കുന്ന സമയത്ത് വീഡിയോസിന്റെ ക്വാളിറ്റി ഒന്നും തന്നെ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സ്മൂത്ത് ആയിട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതും ആണ്. അപ്പോൾ നമുക്ക് അടുത്തായി ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് വീഡിയോസ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റീസെന്റ് ഫയൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന സമയത്ത് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഷെയ്ക്കുണ്ട്. ഷെയ്ക്ക് മാറ്റാനായിട്ട് താഴെ നമുക്ക് ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ചേറെ ഓപ്ഷൻസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. വീഡിയോസ് ക്രോപ്പ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ വീഡിയോയുടെ ക്രോപ്പ് ചെയ്യാനൊക്കെ നമുക്കിവിടെ സാധിക്കുന്നതും അതേപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ എക്സ്പോർട്ട് ഫ്രെയിം എന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതുമാണ്. ഞാൻ ഇവിടെ ഇതിനപ്പുറത്തായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സ്റ്റെബിലൈസേഷൻ്റെ. ആ ഒരു സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീഡിയോയിലൂടെ നല്ലൊരു ശതമാനം ഷേക്ക് റിമൂവ് ആയി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ താഴെ ആ ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചേഞ്ചസ് എല്ലാം തന്നെ നമുക്ക് ഡിഫറൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതുമാണ്. പിന്നെ അടുത്തായി നമുക്ക് ഇപ്പോൾ എടുത്ത ഈ ഒരു വീഡിയോ നേരത്തെ എടുത്ത ആ ഒരു വീഡിയോ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസണും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതും ആണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കമ്പയർ ചെയ്യുന്ന നോക്കുന്ന സമയത്ത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണാം, വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റീസ് ഒക്കെ ഡ്രോപ്പ് ആകുമോ എന്ന്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റീസ് ഒന്നും തന്നെ ഡ്രോപ്പ് ആകത്തില്ല. സെയിം ക്വാളിറ്റിയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതും ആണ്. പിന്നെ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്ന വീഡിയോയിലുള്ള ഓരോ ഫ്രെയിംസും സ്മൂത്ത് ആക്കുക എന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പുറത്ത് പോയി ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീച്ചർ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഫേസ്ബുക്ക് സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഇടാൻ സാധിക്കുന്നതും ആണ്. സേവ് ചെയ്യാനായിട്ട് താഴെ നമുക്ക് സേവ് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സേവ് കോപ്പി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഫോൾഡറിലേക്ക് സേവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ സ്റ്റെബിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ എല്ലാം വീഡിയോ താഴെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തിയും. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും നല്ല സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ ചാനൽ ശക്തി. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ വീഡിയോ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.